ഹായ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു രസക്കൂട്ടിനെ കുറിച്ചാണ്. ഇത് പെട്ടെന്ന് നമുക്കൊരു രസമൊക്കെ കുടിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പരിപ്പാണത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ഫുൾ അല്ലി വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം പച്ചമല്ലി, 1 ടേബിൾ സ്പൂണോളം ജീരകം, വറ്റൽമുളക്, പിന്നെ 2 തക്കാളി, പിന്നെ മല്ലിച്ചപ്പും വേപ്പിലയും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിന് നമുക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത പരിപ്പാണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും അതൊന്ന് ചൂടായി കിട്ടാൻ. അപ്പോൾ അതിനെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് അത് ആ സോഫ്റ്റ് പരുവം വിട്ട് മാറണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഒന്നും ഇങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഇടണം. അപ്പോൾ ആദ്യം ജീരകം അതേപോലെ തന്നെ പച്ചമല്ലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ലാസ്റ്റിലേക്ക് നമ്മൾ വെക്കുന്നത്. അപ്പോൾ പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ കുരുമുളകും പച്ചമല്ലിയും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ജീരകം വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ സമയം കായം പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ കായം പൊടി യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കയ്യിൽ കായം പൊടിയല്ല മുഴുവൻ കായാണെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കായം ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതും കൂടെ എടുത്ത് പൊടിക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് പുളി പിഴിഞ്ഞൊഴിക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 തക്കാളി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പുളി മതിയാവും. ഇതൊരു നാടൻ രസമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതാണ്, നമ്മൾ നുറുക്കരുത്. ചതച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി എത്ര ഉണ്ടോ അത്ര നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് തക്കാളി അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുരുമുളക് അങ്ങനെ നമ്മൾ ചൂടാക്കിയ മിക്സ് പൊടിച്ച പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഈ പൊടിയിൽ നമ്മളിപ്പോൾ കായം മുഴുവൻ കായല്ലല്ലോ ചേർത്തിരിക്കുന്നത്, മുഴുവൻ കായം ചേർത്തിട്ടില്ല. അപ്പോൾ മുഴുവൻ കായാണ് ചേർക്കുന്നവർക്ക് ഈ പൊടിച്ച പൊടിയിൽ കായം ഉണ്ടായിരിക്കും. അപ്പം ഞാനിതിൽ കായം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കായം പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തിള വരണം. നമ്മൾ ഇടയ്ക്കൊന്ന് പുളി ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കണം. രണ്ട് തിളയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് രസം. അപ്പം നമ്മളെ രസമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്നത് വറുത്തിടുക. അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയും കടുക് വറ്റൽമുളകും വേപ്പിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് രസത്തൊന്ന് താളിച്ചിടാം. കടുക് താളിച്ച് നമ്മളെ രസത്തിൻ്റെ മേലോട്ട് ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളെ രുചികരമായിട്ടുള്ള നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.